സൈബർ തട്ടിപ്പുകളിൽ നഷ്ടപ്പെട്ട പണം പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസാക്ഷൻസ് നടന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. കൂടുതൽ ആളുകളുടെ പണം പോയിട്ടുണ്ട്. അവരെ അറിയിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. തട്ടിപ്പ് സംഘം സംസാരിച്ചത് മലയാളത്തിലെന്നും മട്ടാഞ്ചേരി 2,88,00,000 രൂപ തട്ടിപ്പിൽ പോയി എന്നും വിവരങ്ങൾ ലഭിച്ചെന്ന് SP പറഞ്ഞു. സൈബർ തട്ടിപ്പുകളിൽ നഷ്ടപ്പെട്ട പൈസ പല അക്കൗണ്ടുകളിൽ കൂടെ ആണ് പ്രതികൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഈ ലെയർ 1 അക്കൗണ്ടിലാണ് വന്നത്. സോ അതിനകത്ത് കുറേ ലക്ഷക്കണക്കിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ബാക്കി വിവരങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കാനുണ്ട്. കൂടുതൽ ആൾക്കാരുടെ നിന്ന് പൈസ പോയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് ആവശ്യമുള്ള അവർക്ക് അറിയിക്കാനുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അമൽനാഥ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽനാഥ്, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളുടെ പണം പോയിട്ടുണ്ട്, അവരെ അറിയിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അതായത് ആളുകൾ അറിയാതെ അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയി എന്നാണോ കമ്മീഷണർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ 2,88,00,000 രൂപയുടെ തട്ടിപ്പ്, അതിൽ ഒരാളിൽ നിന്നാണല്ലോ ഈ 2,88,00,000 രൂപ പോയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്നു. അത് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് കമ്മീഷണർ പറഞ്ഞത്? സിജോ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളത്. ഈ 25 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് മലയാളി വനിതയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൈബർ തട്ടിപ്പുകൾ നഷ്ടപ്പെട്ട പണം പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഏകദേശം 20ഓളം അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നാണ് ഇപ്പോൾ കമ്മീഷണർ സൂചിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകളുടെ പണവും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരക്കാർ തന്റെ പണം നഷ്ടപ്പെട്ടു എന്ന വിവരം മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒരു വിവരം അവരെ അറിയിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നും ആണ് ഇപ്പോൾ കൊച്ചി സിറ്റി കമ്മീഷണർ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഈ തട്ടിപ്പ് നടത്തിയ സംഘത്തിലുള്ളവർ സംസാരിച്ചത് മലയാളത്തിലാണ് എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മട്ടാഞ്ചേരിയിൽ 2,88,00,000 രൂപ തട്ടിപ്പിൽ നഷ്ടമായതുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ സൈബർ കേസുകളിൽ ഇത്തരത്തിൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം പലപ്പോഴും പോവുക. അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പലപ്പോഴും സൈബർ വിങ്ങിന്റെ ഭാഗത്തു നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എങ്കിലും അന്വേഷണം ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം പോയിട്ടുള്ള അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഈ ഇരകൾ ഇപ്പോഴും ഈ തട്ടിപ്പിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. അത് അവരെ അറിയിക്കുന്നതിന് വേണ്ടി അവയർനെസ് ക്യാമ്പയിൻ അടക്കം നടത്തും എന്നും കൊച്ചി സിറ്റി കമ്മീഷണർ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ശരി അമൽനാഥ്.